ഓളെ കൊണ്ട് ഒരു രക്ഷയില്ലടാ. ഏറെ വെച്ചാൽ കണ്ടുപിടിക്കുക പണ്ടാരക്കാലത്ത്. എന്തെന്നാ ചെയ്യണ്ടേന്ന്. എന്തെന്നാടാ എന്റെ ഭാര്യയല്ലേ, ഓള് കണ്ടാലെന്ന പ്രശ്നം? പൈസ ആയിരിക്കും അല്ലേ? എന്റെ പോക്കറ്റിൽ നിന്ന് ഒന്നും അനക്കും കിട്ടില്ല. അതല്ലാടി ഉള്ളതാ. ഞാൻ പിന്നെ ഒന്നും അനങ്ങില്ല. എന്റെ കയ്യിൽ ഇല്ലാത്തവരും തിരിച്ചു തരും ചെയ്യൂ. ചേട്ടാ അതല്ല പെണ്ണുങ്ങൾ ഒരു കരുതല. ഇന്ത്യ അടുക്കെല്ലാം പൈസ കിട്ടിയാൽ എങ്ങനെയാ ചിലവാക്കി തീർക്കാൻ അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അല്ല, നിങ്ങൾ ഇത് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്? ഇതാന്നല്ലടാ പ്രശ്നം. പിന്നെ എന്നാ ഇതിന്റെ പ്രശ്നം? ഒന്ന് പറഞ്ഞു തൊലക്ക് വേഗോ. എടാ, എൻ്റെ തന്നെയാ പ്രശ്നം. എൻ്റെ അടുക്ക പറ്റിയ പറ്റാ. ഞാൻ തന്നെ എല്ലാത്തിനും കാരണം. എന്തെന്നായാലും ഒന്ന് പറയടോ. ക്ഷമിക്കുന്നതിന് ഒരു അതിരില്ലേ? എടാ, ഷാപ്പിലെ കറിയും കള്ളും എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ആണും പെണ്ണും പോയി കുടിക്കുന്ന പരിപാടിയില്ലേ? മൊബൈലെല്ലാം കാണല്ലേ നിങ്ങള്? അത് കണ്ടിട്ട് നമ്മളും പോയി. പിന്നെ അതൊരു രസായി. അതിന് നടാ, പോയിട്ട് എൻജോയ് ചെയ്യാറാ. ഞമ്മക്കൊന്നും പറ്റാത്തോണ്ടാ. അതല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലടോ. അതിനെന്താ കുഴപ്പോ? ട്രെൻഡ് ഒലക്കെയാണ്. എടാ, ഓക്കിപ്പം കള്ളുടിച്ചിട്ടാകുന്നില്ലടാ. അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടാക്കുന്ന സാധനം നിനക്ക് കിട്ടില്ല. ഇനി ഓള് ബീവറേജ് പോയി നിൽക്കുമെന്നമ്മ. എന്റെ മോനെ, അതാലോചിച്ചിട്ട് ഒരു മനസ്സമാധാനമില്ല. ഞാൻ പോട്ടെ മോനെ. ട്രെൻഡ് ട്രെൻഡ് നോക്കി പോയാല് കുടുംബം കോഞ്ഞാട്ടിയാവും. ഇതന്നെയാണ് ഞാൻ എൻ്റെ ഓള കണ്ടിക്കുന്ന താഴേക്കല്ലല്ലോ.